ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക്. ഇപ്പം അടുത്ത് ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ രണ്ട് മൺകലം പിന്നെ ഇതുപോലത്തെ ചിരട്ടക്കയിലും. ഇപ്പം നമ്മൾ പ്രവാസികൾക്കാണെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ കലങ്ങൾ കിട്ടാനുണ്ട്. പൊതുവേ മൺകലങ്ങളൊക്കെ നമ്മൾ മയക്കിയെടുക്കുന്നത് അടപ്പത്താണ്. പക്ഷെ നമുക്ക് ഇവിടെ അടുപ്പിൻ്റെ ആ ഒരു സംഭവം തന്നെ ഇല്ലല്ലോ. നമ്മൾ ഗ്യാസ് അടുപ്പല്ലേ ഫുൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നെ മൺകലങ്ങളൊക്കെ വാങ്ങിയിട്ട് ഗ്യാസ് എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ മയക്കിയെടുക്കാൻ പറ്റൂട്ടാ. അപ്പം അതിന് പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ മയക്കാനായിട്ട് എടുക്കുന്ന കലത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് വെട്ടി തിളച്ചിങ്ങാനിട്ട് ഇത് കുറച്ച് വറ്റണം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് തിളപ്പിക്കേണ്ടത്. ഇപ്പം ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടെ വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഇത്രത്തോളം ഇത് വറ്റിയിട്ടുണ്ട്. അതും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇത് ഇത്രത്തോളം വറ്റി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ചായപ്പൊടി വെള്ളം നന്നായിട്ട് തണുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ കലത്തിലെ ചൂടുകൊണ്ട് ഒന്നും കൂടെ അത് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്ക് കളയാട്ടോ. കളഞ്ഞിട്ട് വെറുതെ ഒന്ന് ചുറ്റി കഴുകി എടുക്കുക. സോപ്പിട്ടൊന്നും കഴുകണ്ട, വെറുതെ ഒന്ന് ചുറ്റി കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഗ്യാസുമ്മ വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ വെച്ച് ഊറ്റണ കഞ്ഞിവെള്ളമില്ലേ അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കലമൊക്കെ മയക്കണമെന്ന് ഉദ്ദേശമുള്ളവർ അന്ന് വെക്കണ ചോറിന്റെ കഞ്ഞിവെള്ളം മാറ്റി വെക്കണം കേട്ടോ. കഞ്ഞിവെള്ളം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് നിറയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ മറ്റേ കലം ഇതുപോലെ മയക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചായപ്പൊടി ഇട്ടുങ്ങാനിട്ട് വെച്ചിട്ടുള്ളൂ. ആ കല അവിടെ ഇരുന്ന് ആവണുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ കഞ്ഞിവെള്ളം വെട്ടിത്തിളച്ചിങ്ങാനിട്ട് ഇത് വറ്റണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് തിളപ്പിക്കാനായിട്ട്. പൊതുവെ ഗ്യാസ് അടുപ്പുമ്പോൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ കലം പൊട്ടിപ്പോകുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ മയക്കിയെടുക്കുമ്പോൾ അതിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ നമ്മൾ കലം നല്ലത് നോക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലം മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു മുഴക്ക ശബ്ദം കേൾക്കണുണ്ടെന്നുണ്ടെങ്കിൽ ആ കലം നല്ല കലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കലം നാട്ടിൽ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. ആ കടയിലെ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കളഞ്ഞിങ്ങാനിട്ട് ഇനി സോപ്പിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ചായപ്പൊടി വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് വെറുതെ ഒന്ന് ചിറ്റി കഴുകിയിട്ടാണ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചായപ്പൊടിയുടെ കറയൊക്കെയാണ് ആ കഞ്ഞിവെള്ളത്തിൽ ഇളകിയിട്ടാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കലത്തിൻ്റെതായ ഒരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ കൂടിയായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് സോപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം നമ്മുടെ കലം സെറ്റായിട്ടുണ്ട്. ഇനി ഈ കലം നിറയെ നമ്മുടെ സാധാ വെള്ളം നിറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അടുപ്പത്ത് വയ്ക്കും. ചായപ്പൊടിയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കലം ഏകദേശം സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറച്ച് കോളം ഇത്ര കോളം ഒന്ന് വറ്റണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അങ്ങനെ ഈ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഇത്ര കോളം വറ്റിയിട്ടുണ്ട്. ഇനി ആ ചൂട്ടത്ത് തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടെ വറ്റും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ഇനി ഈ വെള്ളവും ഈ കലവും നന്നായിട്ടൊന്ന് തണുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കലം മയക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ മയക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ കറി വയ്ക്കുമ്പോൾ ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അടുപ്പത്ത് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലം കിട്ടും. അങ്ങനെ ആ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒഴിച്ച് കളയാം. ഇത് ഒഴിച്ച് കളയുന്ന സമയത്ത് വെള്ളത്തിന് കളർ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കലം ശരിയായിട്ട് മയങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. പക്ഷെ കളർ മാറ്റം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കലം സെറ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ മീൻകറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണമെങ്കിലും വെക്കാം. കലം നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.